ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ വേണുവും മകളും കൂടെ അമ്പലത്തിൽ പോയി രാവിലെ തന്നെ തൊഴുതു പ്രാർത്ഥിച്ച് നവീൻ്റെ നാവ് പിഴച്ചാൽ മതിയായിരുന്നു കോടതിയിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടം അവർക്ക്. അപ്പം നവീന് നന്ദുവിനെ കല്യാണം കഴിക്കണമെങ്കിൽ അയാൾ ഈ കേസിൽ ആത്മാർത്ഥത കാണിക്കുമോ? ഞാനും അനിയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കാത്തതല്ലേ അയാൾക്ക് നല്ലതെന്ന് ചോദിക്കുക അനാമിക. അപ്പോഴല്ലേ നന്ദുവിനെ കെട്ടാനുള്ള സാധ്യത കൂടുതൽ. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ എൻ്റെയും ചിന്ത പോകുന്നത്. അതുകൊണ്ട് അവൻ വെല്ലുവിളി നടത്തിയെങ്കിലും കോടതിയിൽ കേസ് നീട്ടിക്കൊണ്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ എന്ന കാര്യം പറയുകയാണ് നമ്മുടെ അച്ഛൻ. മിക്കവാറും നവീൻ നന്ദുവിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഈ കേസിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് അവനെ വെല്ലുവിളിച്ചത്. അവനുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോയാൽ അവൻ ഈ കേസ് നക്കാപ്പിച്ച് തന്ന് ഒതുക്കി തീർക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ എനിക്കും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ചാന്ന് അനാമിക. കാരണം ഫെബിൻ അവിടെ വെയിറ്റിംഗ് ആണെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു ഫെബിൻ പോകുമ്പോൾ അവനൊപ്പം എനിക്കും പോവേണ്ടതാണെന്ന് മകൾ അച്ഛനോട്. അതൊക്കെ നടക്കും മോളെ, നീ ധൈര്യമായിട്ടിരിക്കാൻ അച്ഛൻ. അങ്ങനെ പ്രാർത്ഥനയും തൊഴിലും ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി പോവുകയാണ്. അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നടക്കണേ അമ്മേ ദേവി എന്നും പറഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് ഇവരിങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് നന്ദുവും അനിയും കൂടെ ചെന്ന് കയറുക. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോൾ ഇവർ ഇറങ്ങി വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് കണ്ടപ്പോൾ നോക്കിയാച്ചാ ആരൊക്കെ വരുന്നതെന്ന് നോക്കിയാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് മോള് കാട്ടിക്കൊടുക്കുക. അപ്പം അനിയും നന്ദു അല്ലേ. അവരെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, അസ്ത്രം അയക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അന്നേരത്തേക്കും വേണു പറയുവാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക രണ്ടെണ്ണം കൂടി എന്നും പറഞ്ഞുകൊണ്ട് വേണു അന്നേരം പറയാം. ചുമ്മാ നന്ദു ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുന്നത് നന്ദുവും കണ്ടു. അപ്പോൾ അനിയെ കാണിച്ചു കൊടുത്തു. അനിയും ഇവരെ കണ്ടു. അപ്പോൾ അവർ നമ്മളെ കണ്ടല്ലോടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം, നമ്മളെ ഒരുമിച്ച് കണ്ടെന്ന് അവർ ആരോടെങ്കിലും പറഞ്ഞാലും അതാരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കള്ളം പറയുന്ന ടീംസ് അല്ലേന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, നീ വാ എന്നും പറഞ്ഞ് നന്ദുവിനെയും കൂട്ടി അനി ഇവരുടെ മുന്നിലൂടെ പോവാട്ടോ. അപ്പം നവീൻ ബാക്കി എസ്ഐ മേഡത്തെ കെട്ടണമെന്നും പറഞ്ഞ് നടക്കുകയാണല്ലോ. അപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഈ പ്രേമം അവസാനിച്ചില്ലേ എന്ന് വേണു ചോദിക്കാം. അതൊക്കെ എന്തിനാണ് തന്നോട് പറയുന്നതെന്ന് അനി ചോദിച്ചു. നീ എസ്ഐയും തമ്മിൽ പ്രണയത്തിലാണെന്ന് നവീൻ വക്കീലിന് അറിയാവുന്ന കാര്യം പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങേര് നിങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥതയെ 100% സത്യസന്ധമാണെന്നൊന്നും കരുതണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിന്നോട് ഞങ്ങൾ ചോദിച്ചോന്ന് അനാമികയോട് നന്ദു ചോദിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചെന്നിരിക്കും, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അത് നോക്കുവാൻ വേണ്ട. അല്ല അപ്പോഴും ഒരു സംശയമുണ്ട്. അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കാം, മേഡം ആരെയാ കെട്ടുന്നത്? ഇവനെയാണോ അതോ വക്കീലിനെയാണോ? ആരെയാ കിട്ടുന്നത് എന്ന് പറയാമോ എന്നും ചോദിച്ച് കളിയാക്കുന്നു. അല്ല എൻ്റെ അഭിപ്രായത്തിലെ നട്ടലില്ലാത്ത ഇവനെ കെട്ടുന്നതിനേക്കാളും നട്ടലുള്ള വക്കീലിനെ കെട്ടുന്നതാ നല്ലത്. അപ്പോൾ എൻ്റെ നട്ടൽ എന്താണെന്ന് എനിക്ക് കാണുമെന്ന് ചോദിച്ചിട്ട് അനിയങ്ങ് ചെന്നപ്പോൾ അനി വേണ്ട വിടനി എന്ന് പറഞ്ഞ് നന്ദു കള്ളത്തരം കാണിച്ച് മോളുടെ കല്യാണം നടത്തിയിട്ട് ഇപ്പം എൻ്റെ നട്ടല് ചെക്ക് ചെയ്യാൻ നടക്കുക അയാൾ തനിയാൻ. അപ്പം അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളവരാണ് പോവാൻ നോക്കാൻ പറഞ്ഞു നന്ദു. വന്നേ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് അച്ഛനെയും കൂട്ടി മോളങ്ങ് പോയി. അല്ലെങ്കിൽ ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ കെട്ടുകയോ മേഡം പോയ നവീൻ വക്കീലിനെ കെട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എടോ ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാലണ പോലും നിനക്കൊന്നും തരത്തില്ല എന്ന് പറഞ്ഞു അനി. അതെൻ്റെ മുത്തശ്ശൻ്റെ തീരുമാനമാണെന്നും തന്നെ പോലെ മിനിറ്റുകൾക്കകം വാക്ക് മാറ്റുന്ന ഒരാളല്ല എൻ്റെ മുത്തശ്ശൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അച്ഛനോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് വാ എന്നും പറഞ്ഞ് അനാമിക വിളിച്ചുകൊണ്ട് പോവുക അച്ഛൻ എന്തിനാ അവരോട് തർക്കിക്കാൻ നിന്നത്, കലി കയറ്റുണ്ടായിരുന്നു എന്നും പറഞ്ഞ് പോകണം. പറഞ്ഞത് അവരാണെങ്കിലും പറഞ്ഞതിലൊരു സത്യം ഉണ്ടല്ലോ നന്ദു എന്ന് അനി പറയാം. അപ്പം എന്ത് സത്യം? അല്ല നവീൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടേ കോടതിയിൽ അവൻ മനഃപൂർവ്വം ഉഴപ്പുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുതന്നെയാണ് ഇപ്പം അവരും പറഞ്ഞിട്ട് പോയത്. അങ്ങനെ നടക്കുമോടി? ഇനി അതിനെപ്പറ്റി ഒന്നും നീ ഇനിയിപ്പോൾ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. നിനക്ക് എന്താ ഇനി? നമ്മൾ അമ്പലത്തിലേക്ക് വന്നത് എന്തിനാ? ഈ കേസ് ജയിക്കണമെന്ന് ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ലേ? അത് ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്ക് പറയാം. ഭഗവാൻ അറിയാമല്ലോ കാര്യങ്ങൾ, നീ വാ എന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് കയറി പോകുന്നു. തൊഴുത് പ്രാർത്ഥിച്ചു, തേങ്ങയൊക്കെ ഉടച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ആശാൻ നമ്മുടെ നവീനെ വിളിക്കുന്നത് രണ്ടുപേരും കൂടി അവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞേ. അപ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണും അവളുടെ കാമുകനോ എന്ന് നവീൻ ചോദിച്ചാൽ നേരം അയ്യോ ഒന്നും മനസ്സിലാകാത്തതുപോലെ. എസ്ഐ നന്ദുവിന് ഒറ്റ കാമുകനേ ഉള്ളൂ. അത് ഇന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കുടുംബ കോടതിയിലേക്ക് വരുന്നവനാ. ഓ അനിയോ? അതെ അത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. രണ്ടുപേരും കൂടി ഒന്നിച്ച് അമ്പലത്തിലേക്ക് വന്നതേ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കണേ അല്ലെങ്കിൽ കിട്ടണേന്ന് പ്രാർത്ഥിക്കാനാണോ അതോ അവർ തമ്മിൽ ഒന്നിക്കണേന്ന് പ്രാർത്ഥിക്കാനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പറഞ്ഞതായിരിക്കും ഒരു പക്ഷേ ശരി, രണ്ടാമത് പറഞ്ഞത് അതിലും ശരിയാ എൻ്റെ സാറേ എന്ന് വേണു. ഇപ്പോൾ വക്കീൽ സാർ ഇടയ്ക്ക് വന്നതുകൊണ്ട് രണ്ടാളും വലിയ പിരിമുറുക്കത്തിലായിരിക്കും.
അതാണ് ശരിക്കും സത്യം. അതിന് ചെറിയൊരു ആശ്വാസം കിട്ടാനായിരിക്കും രണ്ടുപേരും കൂടെ അമ്പലത്തിലോട്ട് വന്നത്. അവരമ്പലത്തിൽ വന്നതേ അഴിഞ്ഞാടി നടക്കുന്ന തൻ്റെ മകളിൽ നിന്നും എനിക്ക് മോചനം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാനാണെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് വന്നാൽ പോരായിരുന്നു സാറേ, എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്? ആ തിരക്കുള്ള എസ്ഐനെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം എന്താ? അതൊക്കെ അവരെ സംബന്ധിക്കുന്ന കാര്യം താൻ അതിൽ ഇടപെടണ്ടെന്നും നവീൻ അന്നേരം പറഞ്ഞു. സാറേ, ഞാൻ വീണ്ടും പറയാം കേട്ടോ, ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അപ്പം ബന്ധം പിരിയാൻ പറ്റില്ല എന്നും പറഞ്ഞേ താൻ എന്നെ വെല്ലുവിളിച്ചതല്ലേ, ആ വെല്ലുവിളി ഏറ്റെടുത്താ ഞാൻ ഇന്ന് കോടതിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു നവീൻ. മനസ്സിലായി സാറേ, എനിക്കെല്ലാം മനസ്സിലായി. ആ വെല്ലുവിളി സാർ ഏറ്റെടുത്തെങ്കിലും അതിൽ ആത്മാർത്ഥത കാണിക്കില്ല എന്ന് എനിക്കറിയാം. ഡിവോഴ്സ് ഈ നൂറ്റാണ്ടിൽ നടക്കാനും പോകുന്നില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു വീണു. അല്ലെങ്കിൽ നമുക്ക് കാണാം, നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് എന്തായി മോനെന്നും ചോദിച്ചുകൊണ്ട് നരസിംഹൻ അങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നവീൻ എങ്ങനെ നിൽക്കല്ലേ, ഇപ്പോൾ വേണ വിളിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ മുത്തശ്ശ, അനി അമ്പലത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുമ്പോഴും അവരെല്ലാവരും കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താറുണ്ടെന്ന കാര്യം പറയാം മുത്തശ്ശൻ. നമ്മുടെ കർമ്മം നന്നായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥനയൊക്കെ നടത്തിയതേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കോടതിയിൽ പെർഫോം ചെയ്യും മുത്തശ്ശ. പിന്നെ ഇന്നലെ നമ്മൾ തമ്മിൽ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ, അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും പ്ലാൻ വർക്ക് ഔട്ട് ഉണ്ടെന്ന് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് നിസ്സാരക്കാരനല്ല, കുടുംബ കോടതി ആയതുകൊണ്ട് തന്നെ അയാൾ വീറും വാശിയും കൂടുതൽ കാണിക്കും. ഒരുപാട് നിരപരാധികൾ അയാൾ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്, വഴിയാധാരമായിട്ടുമുണ്ട്. അത് അയാൾ കിട്ടുന്ന പണത്തിന് തൂക്കം മാത്രമേ നോക്കാറുള്ളൂ എന്നും അല്ലാതെ ആരോടും മനുഷ്യത്വമോ നീതിയോ ഒന്നും കാണിക്കാറില്ലാത്ത ആളാണെന്നും പറഞ്ഞു. അപ്പോൾ പണം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നവരോട് നമ്മൾ കൂറ് കാണിക്കണമെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പം ഇതുപോലൊരു വക്കീലാണല്ലോ അന്ന് കോടതിയിൽ അനന്തപുരിക്കാർക്കെതിരെ വന്നത്. എന്നിട്ട് എന്തായി കാര്യങ്ങൾ? നമുക്ക് നോക്കാം മുത്തശ്ശൻ ധൈര്യമായിട്ടിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് ഈ കേസ് വിജയിക്കേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണെന്നും പറഞ്ഞു. ഇല്ലെങ്കിലേ പലരുടെ മുന്നിലും എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വരുമെന്ന് നമ്മുടെ നവീൻ പറഞ്ഞു. അങ്ങനെ നവീൻ പോണു. മുത്തശ്ശൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നവ്യ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് ദേവയാനി നയനയ്ക്കുള്ള ഫുഡുമായിട്ട് വരുക. മോളെ ഇത് കഴിക്കുക, ഇതെല്ലാം അമ്മ മോൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കഴിക്കുമെന്നും പറഞ്ഞ് നയനെ കഴിപ്പിക്കുക. അപ്പം നീ വേണമെങ്കിൽ കഴിച്ചോടി എന്ന് നവ്യയോട് ദേവയാനി. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. മരുമോൾക്ക് ഉണ്ടാക്കിയത് അവൾക്ക് തന്നെ അങ്ങ് കൊടുത്താൽ മതിയെന്ന് നവ്യ ദേവയാനിയോട് പറയുക കേട്ടോ. അപ്പം നയനയ്ക്ക് അത് ഭയങ്കര ഒരു സങ്കടം. അല്ല മോളെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ അനഘയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അമ്മേ എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ ഇങ്ങനെ നോക്കുവാണേ. അപ്പം നയനെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നവ്യ ഞെട്ടി നോക്കുന്നത് ഈ പറയുന്ന ദേവയാനിയും ശ്രദ്ധിച്ചു. ഒരിക്കലും റിക്കവർ ആകില്ല എന്ന് കരുതിയ ആളിപ്പോൾ ചെറുതായിട്ടൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്കൊക്കെ മാറ്റമുണ്ടായോ മോളെ? അതുകൊണ്ടല്ലേ ചന്തമോള് ഇങ്ങോട്ട് വരാത്തത്? നവ്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. മോളുടെ അമ്മയെ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണെന്നും പറഞ്ഞു. അപ്പോഴും നവ്യ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. എങ്കിലും എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നെ. എന്നിട്ടേ അമ്മയെക്കുറിച്ചൊക്കെ തിരക്കിയായിരുന്നു മോളെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് നവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നോക്കുക. അങ്ങനെയാണെങ്കിൽ അമ്മയും മോളെ കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറഞ്ഞു നവ്യ. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ആയിക്കോട്ടെ, അതല്ല അതിനപ്പുറവും സംഭവിക്കും. ഈ വീട്ടിൽ എനിക്കറിയാം എന്നെ അഭിയം തകർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ എല്ലാവർക്കും എന്ന് പറഞ്ഞു നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുള്ളിച്ചാടിപ്പോയി. അപ്പോൾ ചേച്ചിയുടെ മട്ടുമാതിരിയും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മയെന്ന് നയനെ അന്നേരം പറഞ്ഞു. അവൾ ഫോണിൽ ആരോടോ വ്യക്തമായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നത് ഞാൻ കേട്ടതാണെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു കേട്ടോ. ഇനി അനഘയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോയെന്നറിയാൻ ചേച്ചിക്ക് ആകാംക്ഷ കാണുമെന്ന് നയനെ ചോദിക്കുമ്പം അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല മോളെ എന്ന് പറഞ്ഞു. ഏതായാലും ആ സേവിയറിന് ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടേ ഇനി കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമെന്ന കാര്യം ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് പറഞ്ഞു ദേവയാനി. മോളെ, ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കഴിഞ്ഞൊരു ദിവസം കുഞ്ഞിനെ അടക്കി പിടിച്ച നവ്യ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു എന്ന് ദേവയാനി പറഞ്ഞേ. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് കണ്ണുനീരൊപ്പിയെന്നൊക്കെ പറഞ്ഞ് എന്തിനാ കരഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അനിയത്തിമാരും അച്ഛനും അമ്മയും അവളെ അഭിയം താറടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുവാണല്ലോ. അതോർത്തപ്പോൾ സങ്കടം വന്നു എന്നാൽ എന്നോട് അവൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ നമുക്കറിയാത്തതായിട്ട് എന്തൊക്കെയോ ഉണ്ടമ്മയെന്ന് നയനെ അന്നേരം പറഞ്ഞു. അത് ശരിയാ മോളെന്ന് ദേവയാനിയും. എന്തായാലും അത് കൃത്യമായിട്ട് നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റിയേക്കും. ആദർശേട്ടനെ അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പം. അവനിപ്പോൾ നാഗേന്ദ്രൻ ഈ വീട്ടിൽ നിന്ന് പോയതിൻ്റെ കാരണം അറിയാനായിട്ട് നടക്കുകയാണല്ലോ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതും കൂടി ആയല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നാഗേന്ദ്രനോട് മുത്തശ്ശൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് ആദർശേട്ടൻ എങ്ങനെയെങ്കിലും കണ്ടെത്താനായിട്ട് ശ്രമിച്ചേനെന്ന കാര്യം പറയാം. എന്തായാലും അന്നത്തെ ആ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അപ്പച്ചി മാത്രമല്ല,
ഇളയച്ചനും ഇളയമ്മയും എല്ലാവരും ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അതേപ്പറ്റി പറയുന്നത് പോലും ഇഷ്ടമല്ല എന്ന്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മോളെ, നാഗേന്ദ്രൻ പോയ ശേഷം ജലജയെ പിന്നെ ഒരാഴ്ചത്തേക്ക് വല്ലാതെ അപ്സെറ്റായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു അജയൻ്റെയും ജാനകിയുടെയും ഒക്കെ കാര്യം. അപ്പോൾ അവർക്കും അതേപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും അല്ലേ അമ്മയെന്ന് ചോദിച്ചപ്പം എന്തോ അന്ന് അതേപ്പറ്റിയൊക്കെ ചോദിച്ചിട്ട് അവരാരും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ അജയനും ജാനകിയും കൂടെ അനന്തപുരിയെ ചതിച്ചിട്ടുണ്ടെന്നുള്ള സത്യം ദേവയാനി പറയുന്നുണ്ട്. എന്തായാലും അച്ഛനും അല്ലെങ്കിൽ ജയേട്ടനും ഞങ്ങൾക്കും ഒക്കെ ഈ ജ്വല്ലറിയിൽ നടന്ന തിരിമറിയെ പറ്റി മാത്രമേ അറിയുള്ളൂ എന്ന്, അതിനപ്പുറം ഒന്നും അറിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ ഈ കേസിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച സ്ഥിതിക്ക് എന്തായാലും ഇതിനൊരു അവസാനം കാണാതിരിക്കില്ല എന്നുള്ള കാര്യം പറയാതെ നയന ഒരു കാര്യം എന്തായാലും ഉറപ്പാമേ, അഭി അവൻ്റെ അച്ഛനെ കാണുന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതേ അവൻ്റെ അമ്മ തന്നെയാണെന്ന കാര്യം നയനെ അന്നേരം അവിടെ ഇരുന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പച്ചിയുടെ ഭാഗത്ത് എന്തോ വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നും. അങ്ങനെ ഇവർ ഈ കാര്യം സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അത് നമ്മൾ സംശയിക്കുന്നത് പോലെ ഇളയച്ഛനും ഇളയമ്മയ്ക്കും അറിയാവുന്ന കാര്യവും കൂടിയാണെന്നും. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ദേവയാനും ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നവ്യ നേരെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുക. നീ വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്താ സംഭവം? അനഘയുടെ കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ അഭി നടുങ്ങി. അത് നവ്യ ശ്രദ്ധിച്ചു. അവൻ്റെ ഭാവമാറ്റമൊക്കെ നവ്യ ശ്രദ്ധിക്കാട്ടോ. അല്ല, അവളിപ്പോൾ എവിടെ ഉള്ളത്? അപ്പോൾ ഏതോ ഒരു ഹോസ്പിറ്റലിലുണ്ട്. അവൾക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ല, മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾക്കിപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ നീ അഭി ചോദിക്കാം. അവൾ പരസഹായം ഇല്ലാതെ നടന്നു തുടങ്ങിയെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് നവ്യ പറയുമ്പോഴത്തേക്കും ഇവന് കൈയും കാലും മറിക്കാൻ തുടങ്ങി. ഇതെല്ലാം നവ്യ എന്നിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവളെ മുൻനിർത്തിക്കൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും ആദർശം നയനയും ഒക്കെ. അപ്പോൾ പുറത്താക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടങ്ങ് പുറത്ത് പോകാമെന്ന് നവ്യ. അത് കേട്ടപ്പോൾ അഭി പിന്നെയും ഞെട്ടി. ഇനിയിപ്പോൾ പുറത്ത് പോയാൽ എന്താടാ കുഴപ്പമെന്ന് നവ്യ ചോദിക്കുക കേട്ടോ. നമുക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലേ എന്ന് ചോദിച്ചു. എന്നാലും മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ട്രസ്റ്റിലെ അംഗമല്ലേ ഞാൻ. നിന്റെ അച്ഛനും വലിയ കാശുകാരനല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ നീ പേടിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? അല്ല, എല്ലാ സമ്പത്തും നമുക്ക് വരുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അഭി. അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ നിന്റെ ഏട്ടൻ്റെ വീഴ്പ്പ് നീ ചുമക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് നവ്യ. അവൻ ഇപ്പോഴും പറയുന്നത് ചന്തമോൾ അവൻ്റെ അല്ല എന്നല്ലേ. അങ്ങനെ പറഞ്ഞാൽ എത്ര നാൾ പറയാൻ പറ്റും അഭി? ഒരു DNA ടെസ്റ്റിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഞെട്ടലോടെ നോക്കണം. ഇനി അവൾ വരികയാണെങ്കിൽ നമുക്കതങ്ങ് സീരിയസ് ആയിട്ട് ആലോചിച്ചാലോ, മുത്തശ്ശനോടൊക്കെ പറഞ്ഞിട്ട്. എന്തോന്ന്? അല്ല, ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടട്ടെ, അതല്ലേ നല്ലത്. പിന്നെ എന്തിനാ ആദർശിനെ എല്ലാവരും കൂടി ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കുന്നതും? എൻ്റെ പൊന്ന് നവ്യേ, ഇതാരെ തണുത്ത ഒരു വിഷയമാണ്. അത് നമ്മളായിട്ട് വെറുതെ ചൂടാക്കേണ്ട ആവശ്യമുണ്ടോ? ചൂടാക്കിയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അബി. പിന്നെ നിൻ്റെ കൈകൾ ശുദ്ധമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശുദ്ധമൊക്കെ തന്നെയാണ്. എങ്കിലും നമ്മൾ DNA ടെസ്റ്റ് നടത്തിയാൽ ചിലപ്പോൾ അതുപോലും അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കും ആദർശം മറ്റുള്ളവരും ഒക്കെ. ശരിയായിരിക്കും. ഹരിചന്ദ്രനെ പോലെ ജീവിക്കുന്ന എൻ്റെ മുത്തശ്ശനും അതിന് കൂട്ടുനിന്നെന്ന് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം ആദർശനോളം വലുതല്ല അങ്ങേർക്കും മറ്റൊന്നും. അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് ആദർശനെ പുറത്താക്കിയതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. എന്തൊരു നാടകമാണ് എല്ലാവരും കൂടെ കളിച്ചത്. അങ്ങനെയുള്ളവരെ എന്തും ചെയ്യും, അതാണ് എൻ്റെ പേടിയെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു അവിടെ നീ അബി അങ്ങ് നടന്നു പോയി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, നിന്നെ ഞാൻ വട്ടം കറക്കും. ഞാൻ അനുഭവിച്ച ടെൻഷൻ്റെ 1000 മടങ്ങ് നീ അനുഭവിക്കും, നിന്നെ ഞാൻ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നബി അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനും കൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും അനി അങ്ങോട്ടേക്ക് വന്നു. അനി വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീ പുറപ്പെടുവാണോ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ മുത്തശ്ശ, ഇന്ന് ഞാൻ നരസിംഹനെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. നവീൻ നിന്നെ ചതിക്കത്തില്ല മോനെ എന്ന് മുത്തശ്ശൻ അനിയോട് പറയാം. ഇന്നത്തോടെ കേസിനൊരു തീർപ്പുണ്ടാകും, അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. പിന്നെ കേസ് ജയിച്ചു കഴിഞ്ഞാൽ നവീൻ ഒരു കാരണവശാലും നിരാശപ്പെടുത്തി കളയരുത് കേട്ടോ മോനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് ശ്രമിക്കത്തില്ല മുത്തശ്ശ, പക്ഷെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം കല്യാണം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് അനി. നവീനും നന്ദുവിനെ ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് തിരിച്ച് അവനോട് ഇഷ്ടമുണ്ടെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അതായിക്കോട്ടെ, പക്ഷേ നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ നീ ഒരു കാരണവശാലും അവർക്കിടയിൽ ഒരു തടസ്സമായി ചെന്നേക്കരുത്. മുത്തശ്ശൻ അതേ പറയാനുള്ളൂ. അത്രത്തോളം നമ്മുടെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട് നരസിംഹനും നവീനും ഒക്കെ. നന്ദുവിനും നവീനും ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ചോട്ടെ, എനിക്കതിലൊരു പരാതിയില്ല. അതിനെ ഞാൻ ഒരിക്കലും എതിർക്കില്ല എന്ന് അനി പറയാം. പിന്നെ പക്ഷേ എൻ്റെ മനസ്സിൽ അവളല്ലാതെ മറ്റൊരു പെൺകുട്ടി ഇല്ല എന്ന് അനി വീണ്ടും തറപ്പിച്ചു പറയുന്നു. പിന്നെ അവളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശ, അതെന്നോട് ആരും പറയുകയരുതെന്ന് പറയാം. അനാമിക വിവാഹം കഴിക്കുമ്പോഴും അതിന് ശേഷവും എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്.
ഇനി അവൾക്ക് നവീനോടല്ല എന്നോടാണ് ഇഷ്ടമെങ്കിൽ മറ്റാര് തടസ്സം നിന്നാലും മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളുടെ ബന്ധത്തെ എതിർക്കരുതെന്നും അനി ഇവരോട് പറയാം. എന്നും പറഞ്ഞ മുത്തശ്ശി ഒരു നോട്ടം. അവൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരവളെ സ്വീകരിക്കുക തന്നെ വേണമെന്നും പറയണം. ഒരു ബലപ്രയോഗത്തോടെ നടത്തേണ്ട ഒന്നല്ലല്ലോ മുത്തശ്ശ കല്യാണം എന്ന് പറയുന്നത്. അതെൻ്റെ മുത്തച്ഛനെ അറിയാവല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇത് എന്തൊക്കെയാണ് കുട്ടികളുടെ ഇടയിൽ സംഭവിക്കുന്നതെന്നും ചോദിച്ചിരിക്കുകയാണ് നേരം ഇവർ രണ്ടുപേരും. എടോ എനിക്ക് തോന്നുന്നതേ നന്ദുവിന് നമ്മുടെ കൊച്ചുമോനോട് ഇഷ്ടമുണ്ടെന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയല്ലേ. പക്ഷേ നവീൻ വന്നതിന് ശേഷം ആ കൊച്ചിൻ്റെ മനസ്സിൽ മാറ്റം ഉണ്ടോയെന്ന് അറിയേണ്ടത് എന്ന് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് പറയാം. കനകയും ഗോവിന്ദനും ഒക്കെ ആ ബന്ധം നടത്തണമെന്ന് തറപ്പിച്ചു പറയുമ്പോൾ ആ കുട്ടിയും മാറി ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് നവീനാണ്. അതാണ് എന്നെ വിഷമിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഇവർ നിൽക്കുന്നു. ഈ സമയം ദേവയാനിയും അതുപോലെ ഈ ജാനകിയും കൂടെ സംസാരിക്കും. അപ്പോൾ ജാനകി വന്നിട്ട് എങ്ങനെയെങ്കിലും കോടതിയിൽ കേസും വഴക്കുമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു. ഇന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നവീൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അവന്തിക മോളുടെ സങ്കടം അങ്ങ് തീർക്കായിരുന്നു എന്ന് പറഞ്ഞു ജാനകി. അത് നടക്കില്ലല്ലോ ജാനകി, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചു ദേവയാനി. ഏട്ടത്തിയൊക്കെ നിർബന്ധിച്ചെങ്കിൽ നടന്നേനെ, പക്ഷെ ആരും തയ്യാറാകുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുമ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നീ ഇതുപോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കരുത് കേട്ടോ ജാനകി. അപ്പോഴത്തേക്ക് നമ്മുടെ അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക. അപ്പോൾ അനിയെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ചെന്നു. മോനെ അതൊന്നും പഴക്കല്ലേടാ, അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയണമെന്നും പറഞ്ഞു. അത് അവനോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ദേവയാനി. അന്നേരം അനാമിക വിഷമിപ്പിച്ചത് ഇവനെ അല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കപ്പോഴത്തേക്ക് നമ്മുടെ നയനയും അതുപോലെ ആദർശവും അങ്ങോട്ടേക്ക് വന്നു. എടാ നീ പോവാണോ എന്നും ചോദിച്ചു. അതെ ഏട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാനും കൂടെ വരണമെന്ന് ആദർശ് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ. അപ്പം നവീൻ ഉറപ്പ് തന്നിരിക്കാം ഈ കേസ് ഇന്നും കൊണ്ട് തീരുമെന്നുള്ളത്. അപ്പോൾ അവൻ്റെ പറച്ചിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് ശരിക്കും സംശയമുണ്ടെന്ന കാര്യം പറയുന്നു അന്നേരം അനി. നവീൻ നരസിംഹൻ സാറിൻ്റെ കൊച്ചുമോന, അവൻ വെറും വാക്ക് പറയില്ല മോനെ. ഇതുവരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവീനെ ആ ഒരു സംശയത്തിന് കണ്ണോടെ അനി കാണാം. ഞാൻ പോയിട്ട് വരാം, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങ് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഞാൻ ഏട്ടത്തിയോട് പറയായിരുന്നേ അനിയും അവന്തിക്കും തമ്മിലുള്ള നിശ്ചയത്തിൻ്റെ തടസ്സം അനാമിക ആയിരുന്നല്ലോ. അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അനിയും അവന്തികയും തമ്മിലുള്ള നിശ്ചയത്തിന് ആരും തടസ്സമാവില്ലല്ലോ എന്ന്. അങ്ങനെ ഇവരുടെ ഇടയറിയാൻ വേണ്ടി ജാനകി ഇവരോട് പറയും, ആദർശനോടും നയനയോടും. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എല്ലാവരും കൂടെ ശ്രമിച്ചാൽ അതൊന്നും നടക്കും. അതുകൊണ്ട് ഇളയമ്മയ്ക്കും അപ്പച്ചിക്കും സന്തോഷമായിരിക്കും. പക്ഷേ എനിക്കതിനോട് താല്പര്യമൊന്നും ഇല്ല എന്ന് ആദർശ നേരം പറഞ്ഞു. അവൻ്റെ താല്പര്യം നോക്കിയിട്ടല്ലേ ആദ്യത്തെ കല്യാണം നടത്തിയത്, എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. അവൻ്റെ താല്പര്യം നോക്കിയിട്ടൊന്നും അല്ല ആദ്യ കല്യാണം നടത്തിയത്. അവൻ കല്യാണത്തിൻ്റെ തലേ ദിവസവും അത് വേണ്ടാന്ന് പറഞ്ഞതാണെന്ന് നയനി അന്നേരം ജാനകിയോട് പറഞ്ഞു. അന്ന് അനാമിക നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞു അമ്മ ഇളയമ്മയ്ക്ക് അതിനൊപ്പം നിൽക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇനി എന്തായാലും അനി അവന്തിക്ക് വേണ്ട എന്ന് വെച്ച സ്ഥിതിക്ക് രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ട് മതി കല്യാണമൊക്കെ. ആയിക്കോട്ടെ, പക്ഷെ അവന്തികയ്ക്ക് പകരം അനി ആരെ കല്യാണം കഴിച്ചാലും ആ കനകയുടെ മോളെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു ജാനകി. അതിന് ഇളയമേക്കാളും എതിർപ്പാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അത് അപ്പച്ചി പറയുന്നത് പോലെ അഭിനയമൊന്നും അല്ലാന്ന് നയനെ അന്നേരം ജാനകിയോട് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അച്ഛനും അമ്മയും നന്ദുവും അനിയും തമ്മിലുള്ള കല്യാണത്തിനെതിരെ നിൽക്കുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് പറഞ്ഞിട്ടല്ലേ മോളെ കാര്യമുള്ളൂ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. വെറുതെ സംശയിച്ച് നടക്കുന്നവരോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അവരതോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ അനാമികയും അച്ഛനും കൂടെ കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. അപ്പോഴത്തേക്കും മോളെ അമ്പലത്തിൽ പോയി എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വന്നു. അപ്പം ഞങ്ങളും പോയി ആ സമയത്ത് കാണേണ്ടവരെ കാണുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈ അനാമിക പറയാ. നന്ദു അനിയും കൂടെ അനിയുടെ കുടുംബക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബന്ധം പിരിഞ്ഞിട്ടേ അവളെ കെട്ടണമെന്നും പറഞ്ഞില്ലേ അവൻ നടക്കുന്നത്, അതിനു വേണ്ടി വന്നതായിരിക്കും. അപ്പോഴത്തേക്കും വേണു അങ്ങോട്ടേക്ക് വന്നു. വേണു വന്നിട്ട് വക്കീലിനെ വിളിച്ചിട്ടേ അവനൊരു കുലുക്കോ ഇല്ല. ഇനി കോടതിയിൽ അവൻ ഏത് രീതിയിലാണോ പ്രതികരിക്കുന്നത് അതും അറിയാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കണു. അവനെ ചുമ്മാ ചൂട് പിടിപ്പിക്കണ്ടായിരുന്നു എന്ന് രേവതി പറയുമ്പം അവൻ വക്കീലാണെന്ന് കരുതി അവൻ്റെ വളഞ്ഞ ബുദ്ധിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചാൽ അത് നടക്കണ കാര്യം വല്ലതുമാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഈ ബന്ധം എനിക്ക് പിരിഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ കോടതിയിൽ എനിക്ക് ബന്ധം പിരിയാൻ താല്പര്യമില്ല, അതിൽ ഉറച്ചു തന്നെ ഞാനങ്ങ് നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അച്ഛനോടും അമ്മയോടും എൻ്റെ ഉള്ളിലിരിപ്പ് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.